ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക്. നമുക്കറിയാം തൊടുപുഴ വാസന്തിയെ. ഇന്നലെ വരെ വലിയ സ്ക്രീനിലെ ചെറിയ താരമായിരുന്നു ഈ അഭിനേത്രി. വെള്ളിത്തിരയിൽ തൊടുപുഴ വാസന്തി എന്ന ഈ നടി ഇടത്തട്ടുകാരുടെ പ്രതിനിധീഭാവമായിരുന്നു. ചമയങ്ങൾ ഏതുമില്ലാത്ത തനി സ്ത്രീ സ്വരൂപങ്ങളായിരുന്നു വാസന്തിയുടെ കഥാപാത്രങ്ങളേറെയും. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിൽ വലിയ സാന്നിധ്യമായിരുന്ന ഈ കലാകാരി ഇന്ന് അരങ്ങിന് പുറത്താണ്. എന്താണ് വാസന്തിക്ക് സംഭവിച്ചത്? അച്ഛന് വലിയ കലാപ്രേമം ഉണ്ടായിരുന്നു. അച്ഛൻ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. അമ്മോട് അച്ഛൻ്റെ കൂടെ അഭിനയിക്കാൻ ചെല്ലാനാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അമ്മ പോയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഉണ്ടാകുന്ന പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് തന്നെ അവൾ സ്റ്റേജിൽ കയറ്റുന്നത്. അങ്ങനെ ഒരു വാശിയുടെ പുറത്തെന്ന് പറഞ്ഞാലാണ് ചേച്ചി ഉണ്ടായി. ചേച്ചിയൊക്കെ നൃത്തം പഠിപ്പിച്ചു. നൃത്തത്തിലൂടെ ചേച്ചി സ്റ്റേജിലെല്ലാം കയറ്റി. അച്ഛൻ്റെ കൂടെ തന്നെ നാടകത്തിൽ അച്ഛനും മോളുമായിട്ട് തന്നെ അഭിനയിച്ചു ചേച്ചിയും അച്ഛനും. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും വീട്ടിലൊരു കലാപ്രസ്ഥാനം അങ്ങ് രൂപം കൊണ്ടു. തുടർച്ചയായിട്ട് ബാലെ ട്രൂപ്പായി. പിന്നെ കൂടുതലും എനിക്ക് ആൺവേഷമായിരുന്നു. ശിവതാണ്ഡവത്തിൽ ശിവനായിരുന്നു. അതുപോലെ ഗീതോപദേശത്തിൽ അർജുൻ. ചേച്ചി ഇതായിരുന്നു. ഏകലീവനായിരുന്നു ഞാൻ. എൻ്റെ പെങ്ങളായിട്ടായിരുന്നു ചേച്ചി അഭിനയിക്കുക. പിന്നെ അതിലൊക്കെ ബാലയിൽ ശരിക്കും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ അതിന് ചീത്ത വരെ വിളിച്ചിട്ടുണ്ട് ഓഡിയൻസ്. ചേച്ചി ഞാനിവിടെ അഭിനയിക്കുമ്പോൾ ജ്ഞാനസുന്ദരിയിൽ ഇവിടെ ഉപദ്രവിക്കുന്ന സീൻ ചേച്ചിയാ. സ്വന്തം ചേച്ചിയെ ചെരുപ്പ് വെച്ചൊക്കെ അടിച്ചൊക്കെ ഉപദ്രവിക്കുന്ന, തലമുടി കുത്തിരി പിടിച്ച് വലിക്കുന്ന സീനൊക്കെ ഓഡിയൻസ് തന്നെ ഏറ്റുവന്ന് എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. അത്ര ക്രൂരമായിട്ടൊക്കെ ഞാൻ അഭിനയിക്കുമായിരുന്നു അന്ന്. നല്ലതങ്കയിൽ മൂളിയലങ്കാരിയായിരുന്നു ഞാൻ. ഈ കൊച്ചുങ്ങൾ വന്നിട്ട് വിശന്നിപ്പോണ്ട് സഹിക്കാൻ വയ്യാതെ നിന്നുമ്പോൾ പഴം ഇരിക്കണ കാണുമ്പോൾ എടുത്ത് തിന്നും കുഞ്ഞുങ്ങൾ. അവരുടെ വായിക്കാത്തുനിന്ന് പഴം ഇങ്ങനെ കിള്ളി എടുത്ത് ഇങ്ങനെ ആന്ന് മതി കക്കിച്ച് കളയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ എന്ത് ചീത്ത ഓഡിയൻസ് വിളിക്കുന്നറിയാം. എൻ്റെ ഇറങ്ങിപ്പോടി അവിടുത്തെ സ്റ്റേജിൽ നിന്നൊക്കെ പറയും ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആ സ്റ്റേജിൽ നിന്നുള്ള ഒരു ഇത് എനിക്ക് അപ്പം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും സിനിമയിൽ ഇത്രയും വിജയിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അമ്മ തിരുവാതിരകളി അസാധ്യമായിരുന്നു. അങ്ങനെ അമ്മ തിരുവാതിര പഠിപ്പിച്ചു. അച്ഛൻ നാടക ആർട്ടിസ്റ്റിൽ ആ കലയും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കലയാണ് നീട്ടി. ഞങ്ങളുടെ ആ ഒരു ദൈവാദിനം കൊണ്ടാണ് ഇപ്പോഴും കലാരംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കലാപാരമ്പര്യമുള്ള കുടുംബത്തിലായിരുന്നു വാസന്തിയുടെ ജനനം. ബാലെ ആർട്ടിസ്റ്റായിട്ടായിരുന്നു തുടക്കം. ചെറുപ്രായത്തിൽ തന്നെ കഥാപാത്രങ്ങളെ അരങ്ങത്ത് തന്മയത്വത്തോടെ അവതരിപ്പിച്ച് ശ്രദ്ധേയയാകുകയും ചെയ്തു. നൃത്തത്തിലുള്ള പ്രാവീണ്യമാണ് സിനിമയിൽ അവസരമൊരുക്കി കൊടുത്തത്. ഉദയ ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. ശാരംഗമാണി സാറിൻ്റെ ട്രൂപ്പിൽ ചേർന്നു. അവിടെ ഡാൻസൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉദയയിൽ ധർമ്മക്ഷേത്ര ഗുരുക്ഷേത്ര എന്ന് അതിനൊരു നൃത്തത്തിലൂടെയാണ് ഞാൻ സിനിമയിലെത്തുന്നത്. ശാരംഗമാണി സാറാണ് എനിക്ക് ചാൻസ് തന്നത്. കൂടെ വേണു കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അടൂർ പങ്കജ് ചേച്ചിയുടെ കൂടെ ആയിട്ട് ഉദയയുടെ പടങ്ങളിലാണ് ആദ്യം വന്നത്. പിന്നെ ആദ്യം വന്നത് അഭിനിവേശം എന്ന് പറഞ്ഞു IV ശശിയുടെ പടം. ശശിസാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അന്നേരമാണ് ഡയലോഗിൽ പ്രശ്നം വരുന്നു, നാടകത്തിൽ അഭിനയിക്കാമെന്ന്. അടൂർ ഭവാനി ചേച്ചി നാടക ട്രൂപ്പിൽ ചേർന്ന് നാടകത്തിലൂടെ സുന്ദരങ്കല്യായിലാണ് ഡയലോഗിന് പ്രസൻറ്റേഷനൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ നാടകത്തിലൂടെ വന്നു. പിന്നെ തോപ്പിൽ ഭാസിയുടെ പടം എൻ്റെ നീലാകാശം നല്ല ക്യാരക്ടർ വേഷമായിരുന്നു. റൗക്കൊക്കെ ഇട്ട് അഭിനയിച്ചു. ശങ്കരാടി ചേട്ടൻ ഭർത്താവായിട്ട്. അന്ന് മുഖത്തൊക്കെ ഇവിടെയൊക്കെ കരിയെല്ലാം തേച്ച് ലിപ്സ്റ്റിക്കിലൊക്കെ കരിയായിരുന്നു തേക്കുന്നത്. അത്ര പ്രായമുള്ള വേഷമാണ് ഞാൻ 75-76 ചെയ്യുന്നത്. യവനിക നല്ല വേഷം ചെയ്തു. ഗോഡ് ഫാദർ, ആലോലമാണ് എനിക്ക് മനസ്സിൽ തട്ടിയ വേഷം. ആലോലം, കാര്യം നിസ്സാരം, എല്ലാവരുടെ പടം ചെയ്തിട്ടുണ്ട് ഞാൻ. ഭരതൻ സാറിൻ്റെ പടം, നവംബറിൻ്റെ നഷ്ടം, പത്മരാജൻ്റെ ഒരു പടമേ ചെയ്തിട്ടുള്ളൂ. പത്മരാജൻ തൂവാനത്തുമ്പിക്കൊക്കെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര നഷ്ടമായിപ്പോയി പോകാത്തത്. ഒരു പടം ചെയ്തുള്ളൂ, പത്മരാജ സാറിൻ്റെ പടം.
ഭരതൻ്റെ പടം ഒരു പടം ചെയ്യാൻ പറ്റും. ജോർജ് സാറിൻ്റെ ഒക്കെ പടം നിറയെ പടം ചെയ്തിട്ടുണ്ട്. എൻ്റെ വോയിസ് ഒരു പ്രത്യേക ഇതാണ്, പുരുഷ ശബ്ദമാണെന്ന് എല്ലാവരും പറയും. അപ്പം അതൊന്നും മാറും എന്നൊക്കെ ഒരു പ്രതീക്ഷയല്ല, പക്ഷെ മാറിയില്ല. ഇപ്പോഴും അതേ സൗണ്ടല്ലേ. റേഡിയോ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ആണെങ്കിലും ഈ മുകേഷിൻ്റെ അച്ഛൻ ഓമാധവൻ്റെ ശബ്ദമായിട്ട് എനിക്ക് മാച്ചിങ് ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്താ ശബ്ദത്തിന് അത്ര ബേസാണെന്നാണ് പറയുന്നത് മാച്ചിങ് കൊടുക്കുന്നത്. കൊച്ചു പിള്ളേരെ ശബ്ദമായിട്ട് കൊടുക്കാറില്ല. സിനിമ തനിക്ക് നൽകിയത് മഹാസൗഭാഗ്യങ്ങളാണെന്ന് സ്മരിക്കുന്നു വാസന്തി. കുടുംബത്തെ സംരക്ഷിക്കാനും സഹോദരങ്ങൾക്ക് നല്ല ജീവിതമുണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞത് സിനിമയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. എല്ലാറ്റിലുമുപരി ഇന്നും മാഞ്ഞു പോകാത്ത സിനിമാ താരമെന്ന പേരും പ്രശസ്തിയും. ഇപ്പോഴത്തെ പടത്തിൽ അമ്മയൊന്നും ഇല്ല അല്ല, അന്നൊക്കെ എല്ലാ കുടുംബമായിട്ടല്ലേ എല്ലാം നിറയെ ആൾക്കാരെ കാണിക്കുമല്ലോ. ഒരു പടത്തിൽ തന്നെ എന്തോരം ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്പം അതില്ല അങ്ങനെ. അമ്മയമ്മ പോര് വ്രതത്തിൽ കമലഹാസൻ്റെ മുട്ടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിടുന്ന ഒരു സീനുണ്ട് വ്രതത്തിൽ. കമലഹാസൻ്റെ അമ്മയായിട്ട് സുമാരി ചേച്ചി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വേലക്കാരിയായിട്ട് അരി ഉഴുന്നൊക്കെ അരയ്ക്കുക. എന്നിട്ട് ഞാൻ പോയി നോക്കിയിട്ട് ഒരു അരഞ്ഞില്ല, വീണ്ടും അരയ്ക്കായിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ കഷ്ടപ്പെടുത്തി കഴിയുമ്പോഴാണ് കമലഹാസൻ വന്നിട്ട് മുടിക്കൂത്തിലൊക്കെ പിടിച്ചിട്ട് എന്നെ വലിച്ചിടുന്നത്. ശരിക്കും ഞാൻ വീണു കേട്ടോ. അന്ന് പോയി തല പോയി ഇടിച്ചു തന്നു. അവസാനം കമലഹാസൻ വലിയ വിഷമമായിപ്പോയി. അമ്മ സോറി അമ്മ എന്നൊക്കെ പറഞ്ഞു വന്ന് വേദനിച്ചോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അത് ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഉൾക്കൊണ്ട് അഭിനയിച്ചു എന്നുള്ളത്. അന്നെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു കുടുംബം പോലെ. ഇന്നിപ്പം സിനിമയിൽ അത് കുറഞ്ഞു വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ആത്മാർത്ഥതയും സ്നേഹവും കാണുന്നില്ല ഇപ്പം അങ്ങനെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ ചെറിയ വർക്കിനാണേലും ഒത്തിരിയായി പോയിട്ട്, പക്ഷേ ഈയിടെ ഞാൻ ചെയ്ത സ്കെച്ചായിരുന്നു ലാസ്റ്റ് ചെയ്ത പടം. എനിക്ക് ചെല്ലുമ്പോഴും എൻ്റെ അടുത്തൊക്കെ എല്ലാ പിള്ളേരും വരും, എടുക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ചിലരൊക്കെ പറയും വലിയ ഭാവത്തിലൊക്കെ ഇരിക്കും, മിണ്ടില്ല, സഹകരിക്കില്ല, ഊണ് കഴിച്ചോന്ന് പോലും ചോദിക്കില്ല എന്നൊക്കെ. അങ്ങനെ ഒരു ഇതായിപ്പോയി സിനിമയെന്ന്. പക്ഷെ അതല്ല, മറ്റേന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ ഈ കണ്ണപ്പനുണ്ണിയൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് ഇവിടെ പോയിട്ട് പുഴയുടെ തീരത്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നസീർ സാറ്, ഉണ്ണിമേരി, അങ്ങനെ എല്ലാവരും കൂടി ആ പാറപ്പുറത്ത് ഇരുന്നിട്ട് ഊണ് കഴിക്കുക. എല്ലാവരും കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചു കൊടുത്തു. കഴിച്ചോ എന്ന് ജയനൊക്കെ ഉള്ളപ്പോഴേ എല്ലാവരും ചോദിക്കും ഭക്ഷണം കഴിച്ചോ. ഇന്നിപ്പോൾ ആരും അങ്ങനെയൊന്നും ചോദിക്കുന്നുമില്ല. കഴിച്ചാൽ കഴിച്ചു. ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ടിഫൻകാരില്ല. അവരത് കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി വെച്ച് കഴിച്ചു. ഇത് മറ്റുള്ളവർ കഴിച്ചോന്ന് പോലും ചോദിക്കുന്നില്ല തോന്നുന്നു. ഇപ്പം പിന്നെ ഈ തള്ളിക്കയറ്റം ആണല്ലോ. പൈസ ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് കൊടുത്തിട്ടാണല്ലോ അഭിനയിക്കുന്ന ആൾക്കാർ റെഡിയായിട്ട് ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് ഈ സാമ്പത്തികം ഇത്രയും തരണം, പിന്നെ പോയി താമസം. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവരെ വിളിച്ചാൽ തിരുവനന്തപുരത്ത് താമസ ചിലവൊന്നും കൊടുക്കണമല്ലോ. അതൊക്കെ വെച്ചിട്ട് ആൾക്കാർ വിളിക്കാൻ പഠിക്കുന്നത്. സിനിമ ഞാനിപ്പോൾ ചെയ്തത് അമ്മത്തൊട്ടിൽ ചെയ്തു. അത് അടൂരായിരുന്നു ഷൂട്ടിങ്. നമ്മുടെ ബിജുമേനോനും മോഹിനിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്ത സ്കെച്ച്, അത് പാലക്കാടായിരുന്നു ഷൂട്ടിങ്. പിന്നെ ഇപ്പോൾ ടെലിഫിലിമും പിന്നെ ആൽബമൊക്കെ ചെയ്തു. ഈ ക്രിസ്മസിന് ആൽബം ഉണ്ടായിരുന്നു, ദാവൂദിൻ്റെ സന്തതി എന്ന് പറഞ്ഞിട്ട്. അത് ഈ സ്കെച്ച് ചെയ്ത ഡയറക്ടറായിരുന്നു ചെയ്ത്. സമ്പാദ്യം ഉണ്ടായിരുന്നു. ഈ എല്ലാവരുടെ കല്യാണമൊക്കെ കഴിച്ചു വിട്ടു. പിന്നെ അന്ന് അനീതിക്ക് സുഖലാണ്. അന്ന് ആ സമയത്തൊന്നും 75,000 രൂപയോളം അന്ന് മെഡിക്കൽ കോളേജിൽ ആ ഭാഗത്തല്ല. ഞങ്ങൾ അവിടെ താമസമല്ലായിരുന്നു. അങ്ങനെ പോയി അസുഖവും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ എല്ലാ ദൈവസഹായം കിട്ടുന്നു. അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും കിട്ടുന്നു വരുന്നു. പിന്നെ എല്ലാവരുടെ കല്യാണം നടത്തി. സങ്കടം എന്ന് പറയാനില്ല. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അംഗീകരിച്ചു. ഇപ്പോൾ എവിടെ പോയാലും എന്നെ അറിയരുതെന്ന് പറഞ്ഞ് ചില സ്ഥലത്ത് പോയി, ചില മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയരുത്. പക്ഷെ അപ്പോഴും അറിയും തൊഴിൽവാസൻ്റെയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത്. ചിലപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാവും അറിയുമ്പം. പക്ഷെ അതല്ല, അതിൽ ഏറ്റവും ഉപരി നമ്മളെ ഇവർ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്, ഇപ്പോഴും അറിയാവുന്നവരുണ്ട്. എന്നിട്ട് ഞാൻ ചിരിക്കാതെയൊക്കെ മസിൽ പിടിച്ച് ചിരിക്കുമ്പോഴേ അറിയുന്നതെന്ന് പറയല്ല ചേട്ടാ, മസിൽ പിടിച്ചിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഓഡിയൻസ് നോക്കി കഴിയുമ്പോൾ ചിരിച്ചു പോകും. അപ്പോൾ അയ്യോ തൊഴിൽവാസനെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു കണക്കിന് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ജനങ്ങൾ നമ്മളെ അംഗീകരിച്ചു എന്നുള്ളത്.